ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഒരു സൺഡേ ആയിരുന്നു, ഒരു വർക്കിംഗ് ഡേ ഒന്നും അല്ല. എല്ലാവരും വീട്ടിലുണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാവരും ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുന്നത്. അപ്പോൾ കുറച്ചേരം വർത്താനമൊക്കെ പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ലഞ്ച് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. കുഞ്ഞ് എന്തൊക്കെ ഇത് ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുക്കറി ഷോ പോലെ പറയുകയാണ്. അപ്പം ഞാൻ കുറച്ച് കപ്പ ഉണ്ടാക്കാം, കപ്പ വേവിക്കാമെന്ന് വിചാരിച്ചു. അരിഞ്ഞൊക്കെ വെച്ചു, വേവിച്ചു. എനിക്ക് വലിയ ടേസ്റ്റായിട്ടൊന്നും കപ്പ വേവിക്കാൻ അറിയത്തില്ല, പക്ഷേ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന കപ്പ ചക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയത്തില്ല, എല്ലാം കറക്റ്റായിട്ട് ടേസ്റ്റ്. അമ്മ ഭയങ്കര ആസ്വദിച്ചാണ് തോന്നുന്നു കുക്ക് ചെയ്യുന്നത്, അതുകൊണ്ടായിരിക്കും എല്ലാ കറിയും നല്ല കറക്റ്റ്, ഒന്നും കുറവോ കൂടുകയോ ഒന്നും ചെയ്യാതെ എന്ത് രസമായിട്ടാണ് അമ്മ ഉണ്ടാക്കുന്നത്. എനിക്ക് എപ്പോഴും ഞാൻ എവിടെ ചെന്നാലും ഫുഡിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ ഫുഡിനെയാണ് പറയുന്നത്. അതുപോലെ ഞാൻ ടേസ്റ്റായിട്ട് ഞാൻ വേറെ എങ്ങൊന്നും കഴിച്ചിട്ടില്ല. നാച്ചുറലായിട്ട് കഴിക്കുന്നത്, ഇത്രയും ടേസ്റ്റായിട്ട് കഴിക്കുന്നത് എൻ്റെ അമ്മയുടെ ഫുഡാണ്. ബാക്കി ഹോട്ടലിലൊക്കെ പോയാലും ഫുഡുണ്ട്, പക്ഷേങ്കിൽ അവരെല്ലാം നാച്ചുറലായിട്ടല്ല, എല്ലാം റെഡിമെയ്ഡ് പൊടികൾ അങ്ങനെയൊക്കെയാണ്. ഇത് അമ്മ എല്ലാം നാച്ചുറലായിട്ട് തന്നെ പൊടിച്ച് ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതൊരു ഭംഗിയും അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റും എല്ലാം ആ കറികൾക്കെല്ലാം ഉണ്ടാകും. അതിപ്പോൾ തോരനാവട്ടെ എന്തും ആവട്ടെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പണ്ടൊക്കെ എനിക്ക് അമ്മയുടെ ടേസ്റ്റിനെ പറ്റി അത്ര അങ്ങോട്ട് ഡീപ്പായിട്ട് എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് സ്വന്തമായിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ആ ടേസ്റ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് എനിക്കിപ്പം മനസ്സിലായത്. അപ്പോൾ നമ്മൾ കപ്പ വേവിക്കാനൊക്കെ വെച്ചു, അരപ്പെല്ലാം അരച്ച് ഇട്ടു. കപ്പ വേവിക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ട് അതിൻ്റെ റെസിപ്പിയൊന്നും പറയുന്നില്ല. പിന്നെ നമ്മൾ ഉള്ളിയില തോരനാണ് വെക്കുന്നത്. അപ്പോൾ അരിഞ്ഞ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് വെന്ത് വന്നപ്പോൾ അതിൻ്റെ അരപ്പ് ഇട്ട് കൊടുത്തു. അപ്പം ഇനി കപ്പ ഇളക്കാണ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ ഇത് കപ്പ അങ്ങ് നല്ലപോലെ വെന്തു പോയി, അതുകൊണ്ട് നല്ലപോലെ അങ്ങ് കുഴഞ്ഞിരുന്നു. ഇങ്ങനെ ഒത്തിരി കുഴഞ്ഞിരിക്കുന്ന കപ്പയോട് വലിയ താല്പര്യമില്ല. ഉണ്ടാക്കട്ടെ, ആവി പറക്കുന്ന കപ്പയാണ്, നമ്മൾ സിനിമയിലൊക്കെ പറയുന്ന പോലെ നല്ല ആവി പറക്കുന്ന കപ്പയാണ്. ഇനി അതിലൊരു കുറച്ച് മൽപ്പിടുത്തമൊക്കെ നടത്തി ഉച്ചയ്ക്കുള്ള ഫുഡാണ് ഉണ്ടാക്കുന്നത്. രാവിലെ ഓൾറെഡി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിരുന്നു. അപ്പോൾ കപ്പയൊക്കെ ഒരുമാതിരി വെന്ത് വന്നിട്ടുണ്ട്. മീൻകറിയുണ്ട്, പിന്നെ തോരനുണ്ട്, പിന്നെ ഒഴിക്കാൻ ഒരു കറി ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ഒരു ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു. വാച്ചാണ് മേടിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ വാച്ച് മേടിക്കാൻ ഇറങ്ങി. നമ്മൾ ടൈറ്റാൻ്റെ കടയിലാണ് പോയത്. അപ്പോൾ വാച്ചൊക്കെ സെലക്ട് ചെയ്തു, ഇറങ്ങി. കുഞ്ഞിക്കും വാങ്ങിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ.